അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഈ നോമ്പിനെ അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുകയാണ് ഈ മാസത്തിൽ. രാത്രിയിലുള്ള നിസ്കാരത്തെ അല്ലാഹു സുന്നത്താക്കി. എല്ലാ നിസ്കാരം സുന്നത്ത് എന്നാണോ? മഗ്‌രിബ് ഇശാക്ക് സുന്നത്താണോ? അതല്ല. ഈ മാസത്തിൽ പ്രത്യേകമായി ഒരു നിസ്കാരമുണ്ട്. ഏതാണ്? തറാവീഹ്. എത്ര റക്അത്ത്? എത്ര? 28 എന്നാലും പറഞ്ഞില്ലല്ലോ. പക്ഷെ മടി ഉണ്ടെങ്കിൽ 20 നിസ്കരിച്ചിട്ടില്ലെങ്കിലും 8 എന്ന് പറഞ്ഞെന്താക്കരുത്, എണ്ണം കുറക്കരുത്. ഒരാൾക്ക് 20 ഒന്നും നിസ്കരിക്കാനാവൂല, എന്നാ പിന്നെ തറാവീഹ് 8 ഉള്ളൂ 10 ഉള്ളൂ എന്നിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കണോ? അതൊന്നും ശരിയല്ല. ഒരാൾക്ക് 20 ഉണ്ട് എന്ന് 100% വിശ്വാസ, പക്ഷെ അയാൾ 4 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ, എന്നാ 4ന്റെ കൂലി അയാൾക്ക് കിട്ടും. ആ 4ന്റെ കൂലി അയാൾക്ക് കിട്ടും. ഒരാൾക്ക് 20 റക്അത്ത് ഉണ്ട് എന്ന് ഉറപ്പാണ്, വിശ്വാസാണ്, 8 നിസ്കരിക്കാൻ പറ്റിയിട്ടുള്ളൂ, എന്നാ 8ന്റെ കൂലി അയാൾക്ക് കിട്ടും. ഒരാള് 8 ഉള്ളൂ എന്ന് പറഞ്ഞു, മൂപ്പർക്ക് ഏതായാലും 20 നിസ്കരിക്കാൻ. ഈ നോമ്പൊക്കെ തുറന്നിട്ട് 20 റക്അത്താണ് നിസ്കരിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? 8 എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമുണ്ടല്ലോ എന്നുള്ള നിലക്ക് 8 എന്ന് പറഞ്ഞ് 8 നിസ്കരിച്ചു, കൂലിണ്ടോ? ഇല്ല. അയാൾ ഒരു അമലിനെ വെട്ടിച്ചുരുക്കാൻ ശ്രമിച്ചു. അത് പടച്ചോന്റെ കോടതിയിൽ കുടുങ്ങാനുള്ള കാര്യമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ നദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ഈ മാസത്തിൽ സുന്നത്തായ ഒരു അമൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റു മാസത്തിൽ ഫർള് ചെയ്ത കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം സുന്നത്തുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇതൊക്കെ എന്തിനാ അങ്ങനെ പറയണത് നബി? എന്തിനാ ഈ റമദാൻ വരുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ റമദാനിൽ ഒരു സുന്നത്ത് നിങ്ങൾ ചെയ്താല് ഒരു ഫർള് ചെയ്ത കൂലി അങ്ങക്ക് കിട്ടാന്ന് എന്തിനാ മുത്തുനബി പറഞ്ഞത്? മറ്റു ചില റിവായത്തിൽ വന്നിട്ടുണ്ട് 70 സുന്നത്ത് 70 സുന്നത്തിന്റെ കൂലിയാണ് ഒരു ഫർളിന്. മനസ്സിലായോ? ഒരു ഫർളിന് എത്ര സുന്നത്തിന്റെ കൂലിയാ? 70 സുന്നത്തിന്റെ കൂലിയാണ്. റമദാനിൽ ഒരാൾ ഒരു സുന്നത്ത് ചെയ്താൽ അയാൾക്ക് 70 സുന്നത്ത് ചെയ്ത കൂലി, അതായത് ഒരു ഫർളിന്റെ കൂലി. ഇല്ലേ, സാധാരണ സുന്നത്തിനേക്കാൾ കൂടുതൽ കൂലി എന്തിനെ? ഫർളിന് തന്നെ. അപൂർവം ചില വിഷയങ്ങളിൽ ഒഴികെ ചില സ്ഥലത്ത് മാത്രമേ സുന്നത്തിന് ഫർളിനേക്കാൾ കൂലിയുള്ളൂ. അതെവിടെ? നമ്മളൊരാളെ കണ്ടു, അയാൾ യഥാർത്ഥ മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ടു, സലാം പറയാൻ യോഗ്യനാണെന്ന് ബോധ്യപ്പെട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അയാളെ കൈപിടിച്ച് എന്ത് ചെയ്തു? സലാം പറഞ്ഞു. അതിന് അയാൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് സലാം അടക്കം ചെയ്തു. സലാം പറയൽ സുന്നത്തോ ഫർളോ? സുന്നത്ത്. സലാം അടക്കലോ? ഫർള്. ഇവിടെ കൂലി കൂടുതൽ എന്തിനാ? സുന്നത്തിനാണ്. മനസ്സിലായോ? നിങ്ങളിൽ നാളെ മഹ്ശറയിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ സലാം തുടങ്ങുന്നവരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സംഗതി സലാം പറയൽ സുന്നത്താണ്, മടക്കൽ നിർബന്ധമാണ്. എന്നാലും കൂടുതൽ കൂലി സുന്നത്തിനാണ്. അവിടെ കൂടുതൽ കൂലി സുന്നത്തിനാണ്. മറ്റെല്ലാ ഘട്ടത്തിലും കൂലി കൂടുതൽ ഫർളിനാണ്. റമളാനിൽ ഒരാൾ ഒരു സുന്നത്ത് ചെയ്താൽ കാന കമൻ നദ്ദാ ഫരീളതൻ ഫീമാ സിവാ. റമളാൻ അല്ലാത്ത മാസത്തിൽ ഒരു ഫർള് ചെയ്ത കൂലിയാണ്. വമൻ നദ്ദാ ഫീഹി ഫരീള കാന കമൻ നദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ഇനി റമളാനിൽ ഒരാൾ ഒരു ഫർള് ചെയ്താൽ മറ്റു മാസത്തിൽ 70 ഫർള് ചെയ്ത കൂലി. മനസ്സിലായോ? റമളാനിൽ ഫർളായ ഒരു അമല് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റു മാസത്തിൽ 70 ഫർള് ചെയ്ത കൂലി. ളുഹർ നിസ്കരിക്കൽ ഫർളല്ലേ? ഫർളാണ്. എന്നാൽ ഇന്ന് ഉച്ചക്ക് ളുഹർ നിസ്കരിച്ചാൽ നമുക്ക് കിട്ടിയ കൂലി ഉണ്ടല്ലോ, ആ റമളാനിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇന്നത്തെ നിസ്കാരം 70 തവണ നിസ്കരിച്ച കൂലിയാണ്.
റമളാനിൽ. എന്നിട്ടും ഒരാൾ അതൊക്കെ ഒഴിവാക്കുന്നുവെങ്കിൽ അള്ളാഹുവെ, റബ്ബിൽ നിന്ന് എത്രമേൽ അയാൾ അകന്നു പോകും. അള്ളാഹു കാക്കട്ടെ. ശ്രദ്ധിക്കണം, ഇത് ഗൗരവമായി കണക്കിലെടുക്കണം. കിട്ടും. അതിപ്പോ ഒരാള് ഹറമിൽ ചെന്നിട്ടാ ചെയ്യുന്നത്. സാധാരണ ഹറമിൽ നിന്ന് ഒരു ഫർള് നിസ്കരിച്ചാൽ എത്ര കൂലി ഉണ്ടാവുമോ അതിന്റെ 70 ഇരട്ടി റമളാനിൽ അവിടെ വെച്ച് ചെയ്യുമ്പോഴുണ്ടാകും. അതങ്ങനെ തന്നെ റമളാൻ അല്ലാത്ത സമയത്ത് ഒരു ജമാഅത്തിന് 27 ഇരട്ടി കൂലിയാണ്. അങ്ങനത്തെ 70 27 ആകും റമളാൻ ആകുമ്പോൾ. അപ്പൊ എങ്ങനെയാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാര് റമളാനിൽ ഇതൊക്കെ നഷ്ടപ്പെടുത്തുക? അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരും. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉള്ള ക്ലാസ്സുകളിൽ റമളാൻ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. റമളാന്റെ മുമ്പ്, ഇന്ന് മഗ്രിബാകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇന്നലെയും മിനിഞ്ഞാനും അതിന്റെ തലേന്നൊക്കെയുള്ള ക്ലാസ്സുകളിൽ വിവിധങ്ങളായ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ആ റമളാൻ കൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന നേട്ടങ്ങളാണ്. ഇത് നഷ്ടപ്പെടരുത്. അള്ളാഹുവേ, നീ തൗഫീക്ക് നൽകണേ അല്ലാ. അപ്പൊ റമളാനിൽ ഇൽമിന്റെ ഒരു മജ്ലിസിൽ പങ്കെടുത്താൽ സാധാരണ പങ്കെടുത്ത കൂലിയാവോ? ആണോ? റമളാൻ അങ്ങനെയാണ്. من حضر مجلس العلم في رمضان أعطاه الله بكل قدم عبادة سنة. പുണ്യ റമളാനിൽ ഇൽമിന്റെ മജ്ലിസിൽ ഒരാൾ പങ്കെടുത്താൽ അതിനായി അയാൾ എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു നൽകുന്ന കൂലി ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു കാര്യം, തൗഫീഖ് ഉള്ളവർക്ക് അതൊക്കെ നടക്കുള്ളൂ. ഇതിപ്പോ ഓൺലൈനായി കേൾക്കുന്നവർ പലരുണ്ടാകും. അതിൻ്റെതായ ഒരു കൂലി അവർക്ക് കിട്ടും. അള്ളാഹു കൊടുക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ആ കൂലിയായിരിക്കോ നേരെ മജ്ലിസിൽ വന്ന് പങ്കെടുത്താൽ? ഈ ഇൽമ് കിട്ടാനായി അവരെടുത്തു വെച്ച ഓരോ ചവിട്ടടിക്കും ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി. അള്ളാഹുവെ, നീ തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹുവെ, മുടങ്ങാതെ പങ്കെടുക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഇൽമിന്റെ മജ്ലിസുകൾക്കൊക്കെ നമ്മൾ വില കൽപ്പിക്കണം. അതിന് നമ്മൾ പരിഗണന കൊടുക്കണം. അതു തന്നെ ഒരു ഇബാദത്താണ്. ഇൽമു കുറെ കിട്ടുക എന്നുള്ളത് മാത്രല്ല, അതിനു പുറമെ അതു തന്നെ വലിയൊരു ഇബാദത്താ. നാളെ മീസാനിൽ നന്മയും തിന്മയും തൂക്കവേ മീസാനിൽ നന്മയുടെ പക്ഷം ഏറ്റവും ഭാരമുള്ളതാവാൻ ഈ ഇൽമിന്റെ മജ്ലിസ് കൂടെ കാരണമാവണം. ആ നിയ്യത്തിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റബ്ബേ. എന്നായാലും ആ റമളാനിൽ ഒരാൾ ഒരു ഫർളായ കാര്യം ചെയ്താൽ റമളാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ 70 ഫർള് ചെയ്ത കൂലിയാണ് അയാൾക്ക് ലഭ്യമാകുന്നത്. വഹുവ ശഹ്റു സുബ്രി വസ്സബ്റു സവാബുൽ ജന്ന. ഇത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ പ്രതിഫലമോ സ്വർഗവും. വഹുവ ശഹ്റു സുബ്രി. ഈ റമളാൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ക്ഷമയുടെ മാസാണ്. സാധാരണ ഇങ്ങനെ സുബഹിന്റെ മുമ്പൊന്നും എഴുന്നേറ്റ് ശീലമില്ലാത്ത ആളുകൾക്ക് അത്തായത്തിന് സുബഹിന്റെ മുമ്പെന്നൊന്നായിട്ട് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ അതിന് തടിയോടൊരു ജിഹാദ് ചെയ്യേണ്ടി വരും. നല്ലോണം ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് നല്ല റാഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ദാഹവും വിശപ്പൊക്കെ വരുമ്പോഴേ അതങ്ങട്ട് തടഞ്ഞു വെക്കണമെങ്കിൽ, ഭക്ഷണം കഴിക്കാതിരിക്കണമെങ്കിൽ, വെള്ളം കുടിക്കാതിരിക്കണമെങ്കിൽ അതിന് നല്ല ഒരു ക്ഷമ വേണ്ടിവരും. തറാവീഹ് നോമ്പൊക്കെ നല്ലോണം തുറന്ന് വയറ് നിറച്ചിട്ട് 20 റക്അത്തായിട്ട് നിസ്കരിക്കണമെങ്കിൽ അതിന് നല്ല ക്ഷമ വേണ്ടി വരും. ക്ഷമയുടെ മാസമാണ് റമളാൻ. അള്ളാഹു പൂർണ്ണമായും ആ ക്ഷമ നമുക്ക് നൽകട്ടെ.
ഒരു കാര്യം കൂടി നിയ്യത്ത് ചെയ്യാ. വഹുവ ഷഹ്റു സ്വബിരി, റമളാൻ എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ മാസാണെന്നല്ലേ റസൂലുള്ള പറഞ്ഞത്. ഞാനൊരു കാര്യങ്ങളോട് ചോദിക്കട്ടെ, റമളാൻ കഴിയുന്നത് വരെ പരമാവധി ഞാൻ എൻ്റെ ഭാര്യയോട്, ഞാൻ എൻ്റെ ഭർത്താവിനോട്, ഞാൻ എൻ്റെ മക്കളോട്, ഞാൻ എൻ്റെ കുടുംബങ്ങളോട്, ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ദേഷ്യം പിടിക്കൂല, പരമാവധി ഞാൻ ക്ഷമിക്കും എന്ന ഒരു പ്രതിജ്ഞ നമുക്ക് എടുക്കാൻ പറ്റുമോ? വഹുവ ശഹ്റു സ്വബിരി, റമളാൻ ക്ഷമയുടെ മാസാണ്. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലമാവട്ടെ സ്വർഗവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പരമാവധി ഇതൊരു കോഴ്സാണ്, 30 ദിവസത്തെ ഒരു കോഴ്സ്. എന്തിനുള്ള കോഴ്സ്? ലഅല്ലക്കും തത്തക്കൂൻ, നിങ്ങളെ മുത്തഖീങ്ങളാക്കി മാറ്റാനുള്ള ഒരു കോഴ്സ്. അപ്പൊ അതിന് കുറെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ആ ഒരു 30 ദിവസം ആ നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചാലാവട്ടെ നമ്മൾ ഈ ലിസ്റ്റിൽ അറിയാതാണ്ട് കേറും. പിന്നെ അങ്ങനെ പോവാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്ന് നിയ്യത്ത് ചെയ്യല്ലേ, നിയ്യത്ത് ചെയ്യല്ലേ, അകാരണമായി ദേഷ്യം പിടിക്കാതിരിക്കുക. എന്നാൽ ചില ഘട്ടത്തിൽ ദേഷ്യം പിടിച്ചാൽ കൂലിട്ടും. അതിന് ദേഷ്യം പിടിക്കാതെക്കാൻ പറ്റുമോ? 10-11 വയസ്സായ മകന് നിസ്കാരം നിർബന്ധം ഇല്ലെങ്കിലും സമയാകുമ്പോ അവനോട് എന്ത് പറയണം? നിസ്കരിക്കടാന്ന് പറയണം. ഓ നിസ്കരിച്ചില്ല, ഉസ്താദ് പറഞ്ഞിട്ട് റമളാൻ മാസം ദേഷ്യം പിടിക്കാൻ പാടില്ല, അതുകൊണ്ട് അവനോട് ദേഷ്യം പിടിക്കാനോ വടിയെടുത്തടിക്കാനോ പാടില്ല എന്നാണോ ഈ പറഞ്ഞത്? അവിടത്തെ ക്ഷമ എന്താണെന്നറിയോ? വടിയെടുത്തിട്ട് ആരന്റെ കീപ്പെട്ടൊന്ന് അത് കൊടുത്തിട്ട് മര്യാദക്ക് പോയി നിസ്കരിക്കുന്നു പറയാലാണ് അവിടെയുള്ള ക്ഷമ. അപ്പൊ ഈ ക്ഷമ എന്ന് പറഞ്ഞാൽ മൊത്തം മിണ്ടാതിരിക്കലാന്ന് വിചാരിക്കരുത്. മക്കളോട് വലിയ സ്നേഹാണ്, മക്കളോട് ഭയങ്കര ഇഷ്ടാണ്. ആ ഇഷ്ടമുള്ളതോടുകൂടെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ അടിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ക്ഷമ ഉള്ളവർക്കേ അതിന് മനസ്സിലായോ? അപ്പൊ ചില ഘട്ടങ്ങളിൽ ദേഷ്യം പിടിക്കലാണെന്ത് നിങ്ങക്ക് മനസ്സിലായില്ലല്ലോ റബ്ബേ. നിങ്ങൾ വെറുതെ ഞാൻ പറയുന്നതിന് മുമ്പ് തലാട്ടരുത്. ഉറങ്ങലിന്റെ തലാട്ടലുണ്ടല്ലോ, ഇത് പറയുന്ന നിങ്ങൾ മനസ്സിലാക്കണം. ചില സ്ഥലത്ത് നമ്മൾ മിണ്ടാതിരിക്കലാണ് ക്ഷമ, ചില സ്ഥലത്ത് നമ്മൾ മിണ്ടലാണ് ക്ഷമ. മനസ്സിലായില്ലേ? മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം പോലെ നോമ്പിന്റെ കാര്യം, ഇവന് 10-12 വയസ്സൊക്കെ ആയ നോമ്പൊക്കെ നോൽക്കാൻ കഴിയും, തീരെ ശ്രദ്ധിക്കുന്നില്ല. പകലെന്നെ ഇങ്ങനെ വീട്ടിനുള്ളിൽ നിന്നും പുറത്തുനിന്നൊക്കെ അതൊന്നും തിന്ന് നടക്കാണ്. ദേഷ്യം പിടിച്ചു വാപ്പ വടിയെടുത്തൊന്നാണ്ട് കൊടുത്തു, നല്ല കാര്യമാണ്, ക്ഷമയാണ്. അതിനല്ലാഹു എന്ത് ചെയ്യും? എന്നാൽ അകാരണമായി കുറച്ച് ഉപ്പ് കുറഞ്ഞു, കുറച്ച് ഉപ്പ് കൂടി, എരു കുറഞ്ഞു കൂടി, ഇതിങ്ങട്ട് വേണ്ടതുപോലെ ആയില്ല, ഇതും പറഞ്ഞ് വെറുതെ ഭാര്യനോട് എന്താവുക? ചൂടാവുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായി ആവശ്യമില്ലാത്തൊരു ചൂടാവൽ ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ മാതാപിതാക്കളോടോ ആരോടും ഉണ്ടാവാത്ത വിധം ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല നിലക്ക് പെരുമാറാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് വഹുവ ശഹ്റു സ്വബിരി, ഇത് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലമോ സ്വർഗവും. വശഹ്റുൽ മുവാസാത്തി, പരസ്പര സഹനത്തിന്റെയും സ്നേഹ വായ്പിന്റെയും മാസമാണ്. വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിനി, മുഅ്മിനിന്റെ റിസ്കിൽ വലിയ ബറക്കത്തുണ്ടാകുന്ന മാസമാണ്. ഖാല റസൂലുള്ളാഹി, പരസ്പര സഹനത്തിന്റെ മാസം, സ്നേഹത്തിന്റെ മാസം, വിശപ്പിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് തിരിച്ചറിയാനുള്ള മാസം. അത് മനസ്സിലാക്കിയിട്ട് പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് റമളാൻ. ഉള്ളതിനനുസരിച്ചൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ റിസ്കിൽ ഒരു പ്രത്യേക ബറക്കത്ത് അല്ലാഹു കൊടുക്കുന്ന മാസമാണ് റമളാൻ. നമുക്കൊക്കെ ആലോചിച്ചറിയാലോ, റമളാനിൽ ഏകദേശം വീട്ടിലും ചിരെങ്കിലും ഇറച്ചില്ലാത്ത വീട് നല്ല ഭക്ഷണം കഴിക്കാറ്. ശാപ്പാട് മോശമൊന്നും സംഗതി സുബഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടക്കേണ്ട മാസാണെങ്കിലും എപ്പോഴും ഏകദേശം എല്ലാ വീട്ടിലും നല്ല ഭക്ഷണങ്ങൾ അല്ലെ? അങ്ങനെ തന്നെയല്ലേ? റാഹത്തുള്ള ഭക്ഷണം ഉണ്ടാകും. ഒരു പ്രത്യേകമായ ബറക്കത്ത് അള്ളാഹു നൽകുന്ന മാസമാണ് റമളാൻ എന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫത്തറ ഫീഹി സായിമ കാന ലഹു മഗ്ഫിറതൻ ലിദുനൂബിഹി വഇത്ഖു റഖബതിഹി മിനൻ നാർ വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രി സായിമി ഷൈ. കേൾക്കണേ, ഇനി നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ. മൻ ഫത്തറ ഫീഹി സ്വായിമ, ഈ റമളാനിൽ നോമ്പെടുത്ത ഏതെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മഗ്ഫിറത്തൻ ലിദുനൂബിഹി, ഈ തുറപ്പിച്ചവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാകും. വഇത്ഖു റഖബതിഹി മിനന്നാർ, എങ്ങാനും അല്ലാഹു ഇവനെ നരകമാണ് കണക്കാക്കിയതെങ്കിൽ മോചനം കിട്ടാനും അത് കാരണാകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു നിയ്യത്ത് എന്താ അറിയോ? ഇൻഷാ അല്ലാ നമ്മുടെ ദൃഷ്ടിയിൽ മുത്തഖിയാണെന്ന് തോന്നുന്ന ഒരാളെയെങ്കിലും ഈ റമളാനിൽ നോമ്പ് തുറപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ ദൃഷ്ടിയിൽ അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നുന്ന ഒരാളെയെങ്കിലും നല്ല നിലക്കൊന്ന് നോമ്പ് ഞാൻ പറഞ്ഞു പറ്റിയില്ലേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടും. അതുകൊണ്ട് നമുക്ക് എങ്ങാനും അല്ലാഹു നരകമാണ് കണക്കാക്കിയതെങ്കിൽ എത്തക്ക് കിട്ടാനും കാരണമാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വകാന ലഹു മിസ്ല അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രി സായിമി ഷൈ. ആ നോമ്പുകാരന് എന്ത് പ്രതിഫലമാണോ ആ നോമ്പിന് അല്ലാഹു നൽകുന്നത്, അതേ പ്രതിഫലം നീ തുറപ്പിച്ചവനും അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്ത് ചെയ്യാന്നറിയോ? നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണല്ലോ. നമ്മളെ വാപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, അനുജൻ, പെങ്ങന്മാര് ഒരു തവണയെങ്കിലും പറ്റുകയാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? കഴിയാണെങ്കിൽ ജ്യേഷ്ഠനെയും കുടുംബത്തെ ഒന്ന് വിളിക്കുക, അനുജനെയും കുടുംബത്തെയും ഒന്ന് വിളിക്കുക, പെങ്ങളെയും അളിയനെയും മക്കളെയൊക്കെ ഒന്ന് വിളിക്കുക. അങ്ങനെ ഒന്ന് നോമ്പ് തുറപ്പിക്കാൻ സാധ്യമാകുന്നവരൊക്കെ ഒന്ന് ശ്രമിക്കണം. അതിൽ വലിയ ഹൈറുണ്ട്. ഒന്നാ ഒരു കുടുംബ ബന്ധം ചേർത്തതിന് ഭയങ്കര കൂലി അള്ളാഹു റമളാനിൽ തരും. നിലവിൽ എത്ര ബറക്കത്താണോ അവർക്കുള്ളത് അതിന്റെ 40 ഇരട്ടി ബറക്കത്ത് ആ വീടിനും വീട്ടുകാർക്കും ഉണ്ടാവാൻ അത് കാരണമാവും. മനസ്സിലായോ? നിങ്ങളിത് പറയുമ്പോൾ ഉറങ്ങിയിട്ടൊന്നും കാര്യമല്ല. ഇത് ശ്രദ്ധിക്കണം. ഇതിനൊരു തൗഫീക്കിന് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യും വേണം. അതിന് മാത്രം വലിയ സൗകര്യമൊന്നും വീട്ടിലില്ലെങ്കിലും ഉള്ള സൗകര്യങ്ങളൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനൊരു ശ്രമം നടത്തുന്നത് നല്ലതാണ്, ബറക്കത്താണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. കുറേ വിഭവങ്ങളുടെ മേൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് സന്തോഷത്തോടെ അവർക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറപ്പിക്കലുണ്ട്, വയറ് നിറപ്പിക്കലുണ്ട്, രണ്ടും രണ്ടാണ്. ഒരു കാരക്ക കൊടുത്താൽ എന്തായി? നോമ്പ് ഉറപ്പിക്കലായി. പക്ഷെ അതുകൊണ്ട് മാത്രം വയറ് നിറപ്പിച്ച കൂലി കിട്ടുമോ? സഹാബികൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നോമ്പ് തുറപ്പിക്കാൻ മാത്രമുള്ള കഴിവ് ഞങ്ങളിൽ എല്ലാവർക്കും ഇല്ലല്ലോ. ഉടനെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅതില്ലാഹു ഹാദാ സവാബ മൻ ഫത്തറ സ്വായിമൻ അലാ തംറത്തിൻ ഔ ശുർബത്തി മാ ഔ മദ്ഖത്തി ലബനിൻ. അതൊരാൾക്ക് വെള്ളം കൊടുത്താൽ കിട്ടുക കൂലി, ഒരു കാരക്ക കൊടുത്താൽ കിട്ടുക കൂലി, ഒരാൾക്ക് പാല് കൊടുത്താൽ കിട്ടുക കൂലി. അതാണ് നോമ്പ് തുറപ്പിക്കൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ കാരക്ക കൊടുക്കുക പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇന്ന് മഗ്‌രിബിന് പള്ളിയിലേക്ക് വരുന്നവരൊക്കെ നോമ്പ് തുറപ്പിക്കുക. എല്ലാരും വയറ് നിറപ്പിക്കലല്ലേ ഈ പറയുന്നത്? 1 കിലോ കാരക്ക വാങ്ങി, 2 കിലോ കാരക്ക വാങ്ങി, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് തുറപ്പിക്കലിന്റെ വക പറ്റാണ് ഒരു ഗ്ലാസ് ചായയും. അൽഹംദുലില്ലാഹ്, എത്ര ആളുകൾ നോമ്പ് തുറക്കും. അതിൽ പല മുത്തഖീങ്ങളും ഉണ്ടാകും. നമ്മൾ അറിയാതെ നമ്മൾ രക്ഷപ്പെടാൻ അത് കാരണമാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ തന്നെ നമ്മുടെ വിളയിൽപ്പുറപ്പൂർ എത്തിങ്ങാനയിൽ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് റമളാൻ മാസവും അത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ചിലരൊക്കെ എന്നോട് ചോദിച്ചു, ഉസ്താദ് ഒരു ദിവസം നോമ്പ് തുറപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എത്ര ക്യാഷ് ആകും? ആ മക്കള് റമളാൻ മാസം അവരുടെ പണി എന്താണെന്നറിയാം നിങ്ങൾക്ക്? അവരങ്ങനെ ഖുർആൻ ഓത് തന്നെ. ചെറിയ ചെറിയ മക്കൾ നല്ല മനോഹരമായ ഓത്ത്
അവര് ദേശീയ തലത്തിൽ പോലും മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ട് ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ വാങ്ങിയ മക്കൾ ആ കൂട്ടത്തിലുണ്ട്. ഖുർആന്റെ ആ തജ്വീദിന്റെ രീതിശാസ്ത്രമൊക്കെ അനുസരിച്ച് മനോഹരമായി ഓതുന്നവർ. അപ്പൊ ഒരു ദിവസം നോമ്പുറപ്പിക്കാൻ കിട്ടുമോ, അതിനെത്ര ക്യാഷ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അല്ലാഹുവേ റബ്ബേ റഹ്മാനെ റഹീമേ, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വർഗം വാങ്ങാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മുമ്മിനെ ഒരു 6000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അവർക്ക് നോമ്പ് തുറപ്പിക്കാം. അതിനുള്ള സംവിധാന സൗകര്യം. 6000 എന്ന് പറഞ്ഞാൽ ഒരു അത്താഴത്തിന്റെ ഭക്ഷണം, ഒരു നോമ്പ് ഫുള്ളായിട്ട് നമ്മളെ വകൈക്കാരോ. അത്താഴത്തിന്റെ ഭക്ഷണമായി നോമ്പ് തുറപ്പിക്കലുമായി മാഷാ അല്ലാ, ആ നോമ്പിന്റെ കൂലി നമുക്ക് സ്വായത്തമാക്കുകയും ചെയ്യാം. ഞാൻ ആരും നിർബന്ധിക്കുന്നല്ല. കഴിയുന്നവരുണ്ടെങ്കിൽ സൗകര്യം പോലെയൊക്കെ മനസ്സിൽ നിയ്യത്ത് ചെയ്ത് വെച്ചോളൂ. ഇനി ആരോടെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മളെ വാക്ക് കേട്ടിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പുണ്യല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നാണ് ഹബീബായ നബി തങ്ങൾ ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമായി ഓർമ്മപ്പെടുത്തിയത്. വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മാ, ഈ മാസത്തിന്റെ ആദ്യത്തെ 10 റഹ്മത്താണ്. വൗസതുഹു മഗ്ഫിറ, അവസാനത്തേതോ മഗ്ഫിറത്തിന്റെ 10 വആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തെ 10 നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന 10. അല്ലാഹു തൗഫീഖ് തരട്ടെ.